ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അരിത് റെസിപ്പീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റാവുന്ന ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചിക്കനാണ് നല്ലോണം കഴുകി വെള്ളമൊക്കെ വാങ്ങി ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണോളം ഗരം മസാല പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് അല്പം ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില കഷ്ണാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1-2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലോണം തിരുമ്പി യോജിപ്പിക്കുക. നമ്മൾ വെള്ളമൊക്കെ നല്ലോണം വാർന്ന് കളഞ്ഞ ശേഷമാണ് ചിക്കൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിലൊന്നും നമ്മുടെ ഈ മസാല പോലെ അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം തിരുമ്പി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് വറുക്കുകയാണെങ്കിൽ കുറേശ്ശെ വെളിച്ചെണ്ണ വെച്ച് നമുക്ക് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. ഞാൻ ഒറ്റ ട്രിപ്പിൽ ഒന്ന് വറുത്തെടുക്കാന്ന് വെച്ചിട്ട് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് 1-2 മിനിറ്റ് ശേഷം നമുക്ക് ഒന്ന് ഇളക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ വേറെ ഒന്നും വേവിക്കണില്ല. അപ്പോൾ ഇത് ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കിട്ടട്ടെ. അപ്പോൾ ചിക്കൻ്റെ 2 വശം നമുക്ക് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒരു 3 തവി വെളിച്ചെണ്ണ ഞാൻ ഇതേ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഒരു 5ഓളം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നടുവ് മുറിച്ചിട്ട് കൊടുത്തിട്ടൊന്നുമില്ല, അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളൂ. ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ വറ്റമുളകും കറിവേപ്പിലൊക്കെ ചെറുതായി ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റുകയാണ്. നമുക്കിത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാനാണ്. ഇനി ഇതേ വെളിച്ചെണ്ണയിലേക്ക് ഞാൻ പകുതിയോളം ചെറുള്ളി അരിഞ്ഞതും അതേമാതിരി ചെറുള്ളി ഒന്ന് നടു നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി പകുതിയോളം സവോള നീളനെ അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പകുതിയായിട്ടാണ് ഉള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 1 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് പകുതി. അതേമാതിരി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയ്ക്ക് നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 സ്പൂണോളം മല്ലിപ്പൊടി, അതുമാതിരി 1/2 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണോളം ഗരം മസാല പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറട്ടെ. അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തിരുമ്പി യോജിപ്പിച്ചപ്പോൾ ചിക്കൻ വറക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തായിരുന്നു, എന്നാലും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നല്ലോണം ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ 4 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ഓളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് 1.5 സ്പൂണോളം പഞ്ചസാരയാണ്. നമ്മുടെ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് ഒരു എരിവും പുളിയും മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കായും വളരെ ഇഷ്ടമാവും. അങ്ങനെ എല്ലാവർക്കും വളരെ ഇഷ്ടമാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടമാണ്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശമൊക്കെ വറ്റി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ വറുത്തതും കൂടി ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ വറുത്ത് വെച്ച മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്ന വിധത്തിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 5 മിനിറ്റ് ഈ ചിക്കൻ ഇതിൽ കിടന്നൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഈ മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തി അതുമാതിരി പൊറോട്ട ഫ്രൈഡ് റൈസാ
പുലാവ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാ കുട്ടികൾക്ക് അതിലൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻസ് ഇറക്കാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.